സ്കീം അലോട്ട്മെൻറ്റിൽ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് ആ കോളേജ് മൊത്തത്തിലുള്ള റാങ്കിങ്ങിൽ അത് മുന്നിലായിരിക്കണം. പിന്നെ കഴിവതും ചിലരൊക്കെ വീടിന് അടുത്തോട്ടൊക്കെ നോക്കാറുണ്ട് അല്ലേ. പല പല ഫാക്ടേഴ്സ് ഉണ്ട്, പല പല റാങ്കിങ്ങുകളുണ്ട്. അതിൽ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാസ് പെർസെൻറ്റേജ് ആണ്. ആ കോളേജിലെ കുട്ടികൾ പഠിച്ചിറങ്ങിയ ശതമാനം, വിജയ ശതമാനം എങ്ങനെയുണ്ടെന്ന് നോക്കുക എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ ലാസ്റ്റ് 2022, 23, 24, 25 കാലഘട്ടങ്ങളിൽ മാക്സിമം കളക്ട് ചെയ്യാൻ പറ്റുന്ന ഡേറ്റ കളക്ട് ചെയ്തിട്ടുണ്ട്. ചില കിട്ടാത്ത കോളേജസിന് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ 25, 24 ഡേറ്റ ഇല്ലെങ്കിൽ അതിന് മുമ്പുള്ളതിൻ്റെ വെച്ചുകൊണ്ട് ഞാൻ ആവറേജ് എടുത്തു, അതിൻ്റെ മാത്രമായിട്ട് ആവറേജ് എടുത്തു. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് നമ്മുടെ കംപ്ലീറ്റ് എഞ്ചിനീയറിംഗ് കോളേജസിലെയും ഒരു പാസ് പെർസെൻറ്റേജ് ഞാൻ റാങ്ക് ചെയ്തിട്ടുള്ള ലിസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് ഇതൊരു ജനറൽ ഐഡിയ നിങ്ങൾക്ക് തരും. ഓക്കെ, ഇത് മൊത്തത്തിലുള്ള ആവറേജ് ആണ് ഞാൻ പറഞ്ഞത്. 2025 മാത്രം നമുക്ക് വേറെ സെപ്പറേറ്റ് ആയിട്ട് ഡീൽ ചെയ്യാം. റൈറ്റ് നൗ ടോട്ടൽ ഞാൻ ആവറേജ് ചെയ്തിരിക്കുകയാണ്. 2022 മുതൽ 25 വരെയുള്ള ഫൈനൽ ഇയർ സ്റ്റുഡൻസ് പഠിച്ചിറങ്ങിയപ്പോഴുള്ള അവരുടെ വിജയ ശതമാനമാണ് നോക്കുക. അപ്പോൾ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം റാങ്ക് 1, ഓക്കെ, 85% ആണ് ഏറ്റവും ടോപ്പ് വന്നിരിക്കുന്നത്. 85% പേര് ബാക്ക് പേപ്പർ ഒന്നും ഇല്ലാതെ പഠിച്ചിറങ്ങി. ഓക്കെ, അടുത്തത് മുത്തൂറ്റ് 80%, മോഡൽ 80%. അപ്പോൾ ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം, CET എന്ന് പറഞ്ഞാൽ വളരെ ഹൈ ഇൻടേക്സ് ഉള്ളതാണ്. ഒരു വലിയ ബാച്ചാണ് അവിടെ ഓരോ വർഷം വരുന്നത്. അപ്പോൾ അതിൽ 85% പേരെയും പാസ്സായി എന്ന് പറയുന്നത് ഒരു വളരെ വലിയ കാര്യം തന്നെയാണ്, വലിയൊരു അച്ചീവ്മെൻറ്റ് തന്നെയാണ് അല്ലേ. പക്ഷേ അപ്പോൾ ചിലർ പറയും അവിടെ ഏറ്റവും മികച്ച സ്റ്റുഡൻസ് ആണ് വരുന്നത്, അതുകൊണ്ടാണ് വലിയ വിജയ ശതമാനം, അത് അവിടുത്തെ കോളേജിൻ്റെ ഗുണമൊന്നും അല്ല എന്നൊക്കെ ചിലർ പറയും. ഓഫ് കോഴ്സ് കുട്ടികളാണ് ഓരോ കോളേജിൻ്റെയും അല്ലെ അച്ചീവ്മെൻറ്റ്സിൽ അവരുടെ അച്ചീവ്മെൻറ്റ്സ് ആണ് കോളേജിൻ്റെ അച്ചീവ്മെൻറ്റ്. എനിവേ മുന്നോട്ട് പോകുമ്പം ചില കോളേജസ് എങ്കിലും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത തലത്തിൽ ഉയർന്നു വന്നിരിക്കുന്നത് കാണാം. അതിൻ്റെ ഒരു കാരണം അവിടെ വളരെ കുറച്ച് കുട്ടികളെ ഉള്ളൂ. ഇപ്പോൾ ഒരാളെ ഉള്ളൂ എന്ന് വിചാരിക്കും ഒരു കോളേജിൽ, ആ ആൾ പരീക്ഷ എഴുതി പാസ്സായി കഴിഞ്ഞാൽ 100% വരും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യമുള്ള കോളേജസും ഉണ്ട്. എനിവേ അത് നോക്കണ്ട, ഇൻഡിക്കേഷൻ ആണ് എന്ന് മനസ്സിലാക്കി നോക്കുക. ഓക്കെ, ഇതൊക്കെ ആ കോളേജിനെ പറ്റിയുള്ള ഒരു ഇൻഡിക്കേറ്റർ തരികയാണ്. CET നമ്പർ 1 മുത്തൂറ്റ് 2, മോഡൽ 3, തൃശ്ശൂർ കോളേജ് 4, RIT 5, ക്രൈസ്റ്റ്, പിന്നെ ബാട്ടൺ ഹില്ല്, TKM LBS പൂജപ്പുര, MA കോളേജ് 10, 11 NSS കോളേജ് പാലക്കാട്, 12 ഗവൺമെൻറ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ഇത് കണ്ണൂരാണ്. പിന്നീട് വിശ്വജ്യോതി, രാജഗിരി, SCT, ഫിസാറ്റ്, കല്ലൂപ്പാറ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, മാർ ബസേലിയസ് ട്രിവാൻഡ്രം, സെയിൻറ്റ് കിറ്റ്സ് ഗവൺമെൻറ് കോളേജ് കോഴിക്കോട്, സഹൃദയ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, അടുത്തത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചെങ്ങന്നൂർ, പിന്നെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ശ്രീകൃഷ്ണപുരം പാലക്കാട്, അതുപോലെ SCMS ടോക്കച്ച്, വിമൽ ജ്യോതി തൃക്കരിപ്പൂർ, ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് അമൽ ജ്യോതി, പൂഞ്ഞാർ എഞ്ചിനീയറിംഗ് കോളേജ്, പെരുമൺ എഞ്ചിനീയറിംഗ് കോളേജ്, സെൻറ്റ് ജോസഫ്സ് കോളേജ്, ആദിശങ്കര, കിടങ്ങൂർ, LBS കാസർഗോഡ്, TKM ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. ഇതിന് മുമ്പ് ഒരു TKM ഉണ്ടായിരുന്നു കൊല്ലത്തുള്ളത്. ഓക്കെ, ഇത് TKM ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. അടുത്തത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കരുനാഗപ്പള്ളി, തലശ്ശേരി, കാർമൽ കോളേജ്, മരിയൻ കോളേജ്, ശ്രീ ബുദ്ധ, അടൂർ എഞ്ചിനീയറിംഗ് കോളേജ്, മാർ ബസേലിയസ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ്, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആറന്മുള, KMCT, വിദ്യ അക്കാഡമി, യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കാര്യവട്ടം, ഇലാഹിയ ആൻഡ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് വടകര. അപ്പോൾ ടോപ്പ് 50 നമ്മളിവിടെ കണ്ടു. ഇത് ഞാൻ പറഞ്ഞു 2022, 23, 24, 25 കാലഘട്ടങ്ങളിലുള്ള റിസൾട്ടുകളുടെ ആവറേജസ് ആണ്.